ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ കാണണ്ടേ. അപ്പം ഗീതേച്ച് പറഞ്ഞായിരുന്നു, വിജയെ നമ്മുടെ രണ്ടിൻ്റെ മിക്കവാറും അല്ല ചില കാര്യങ്ങൾ ഗീതേച്ച് ഞാനുമൊക്കെ സെയിമാ. നമ്മുടെ സ്വഭാവമാണേലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഗീതേച്ചിയുടെ അവിടെയും വടയായിരുന്നു ഗീതേച്ചി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലേ, ചക്കക്കുരുവിൻ്റെ കാര്യം ആരും പറഞ്ഞില്ല. ടീഷർട്ടിൻ്റെ കാര്യം ഞാൻ അന്ന് 3 പേരുടെ കാര്യം, അത് കഴിഞ്ഞ് 3-4 പേര് പറഞ്ഞ്. ടീഷർട്ട് പ്രീതി ചേച്ചി, അങ്ങനെ പിന്നെ വേറെ ആരാണ്ടൊക്കെ ബ്ലസ്സഡ് മോള് പറഞ്ഞ്, അങ്ങനെ കുറച്ച് പേര് പറഞ്ഞായിരുന്നു. പിന്നെ ചക്കക്കുരുവിൻ്റെ കാര്യം മായ, പിന്നെ ഞാൻ പറയില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് രാത്രിയില്ല മായയുടെ കമൻറ്റ് പിന്നെ കണ്ടത് ചക്കക്കുരുവിൻ്റെ കാര്യം. പിന്നെ ഇന്നത്തെ എന്ന് പറയുന്നത് മട്ടർ പനീർ റെസിപ്പിയാണ്. അതെൻ്റെ ഒരു സബ്സ്ക്രൈബർ വാട്സപ്പ് ചെയ്യുന്നു. ഞാൻ ഈ റെസിപ്പി എടുത്തിട്ട് ഇന്നല്ല ഇടാനിരുന്നത്, ഈ റെസിപ്പിയുടെ മുമ്പിട്ട് ഞാൻ പർച്ചേസിങ്ങിൻ്റെ ഇന്ന് ഇടാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ എടുത്തോണ്ട് വിജി മട്ടർ പനീർ 10 പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റി എത്ര വേണമെന്നൊക്കെ ഒന്ന് പറയാമോ? ഈ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. എൻ്റെ ഒരു നല്ലൊരു സബ്സ്ക്രൈബറാണ്. അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ കമൻ്റ് ഇടാറില്ല, എല്ലാം വാട്സപ്പിലാണ്. ഞാൻ അച്ചാർ ബിസിനസ് തുടങ്ങിയ ആ സമയം തൊട്ട് ഇന്ന് വരെയും പുള്ളിക്കാരിക്ക് അച്ചാർ വേണമെങ്കിൽ പാവം ഇവിടുന്ന് ചെന്നൈ വരെ ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനൊരു നല്ലൊരു ബന്ധമുള്ള സബ്സ്ക്രൈബറാണ്. അപ്പം ഞാൻ അന്നേരം അതുകൊണ്ട് ഇന്ന് ഈ മട്ടർ പനീർ, ഞാൻ അന്നേരം മട്ടർ പനീറിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 2 ദിവസത്തിന് മുമ്പിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചാറായിട്ടൊക്കെ, ഇത്തിരി ലൂസായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ, അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മൾ ഇപ്പോൾ ആൾക്കാർ വരുമ്പം നമ്മൾ ഗസ്റ്റിന് കൊടുക്കുമ്പോൾ ഇച്ചിരി, ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യുന്ന വീട്ടിൽ റോസറാൾ ഉണ്ടാക്ക്, അല്ലാതെ ഗസ്റ്റ് വരുവാണെങ്കിൽ വേറൊരു ഇതിൽ ചെയ്യും. അപ്പോഴും ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ നമ്മൾ അണ്ടിപ്പരിപ്പ് കാഷ്നട്ട് അരച്ച് ചേർക്കണം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കണം, അല്ലെങ്കിൽ മലായി ചേർക്കണം, അങ്ങനെയൊക്കെ. ഞാനിവിടെ അന്ന് ഒറ്റക്കറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാറായിട്ടാണ് എടുത്തത്, ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് എടുത്തത്, തിക്കായിട്ട് അങ്ങനെ എടുത്തില്ല. അതും പനീറും ഞാൻ കഴിച്ചാൽ ഒരു പ്രാവശ്യം ഡിമാർട്ടിൽ പോകണം, ഞാൻ പറഞ്ഞു ഇത്തിരി പനീർ വാങ്ങിക്കണം, ഒരു 1/2 കിലോ എങ്കിലും പനീർ വാങ്ങിക്കണേ. ഇവിടെ ആണെങ്കിൽ ഈ 200 ഗ്രാമിൻ്റെ വെച്ചല്ലേ പനീർ, മിക്കവാറും 200 ഗ്രാമായിരിക്കും, 200 ഗ്രാമിൻ്റെ ആയിരിക്കും പാക്കറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 2 പാക്കറ്റ് അങ്ങ് എടുക്കുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരു 2 പീസ് വേണമെങ്കിൽ, 5 പേർക്ക് 2 പീസ് വേണമെങ്കിൽ 400 ഗ്രാമൊക്കെ വേണം. ഇവിടെ ഇവർക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം ഒന്ന് 2 പീസേലും കിട്ടണമെങ്കിൽ അത്രയും വേണമെന്നല്ലേ. ഈ റേച്ചാനൊന്ന് പനീർ വാങ്ങിക്കണേന്ന് പറഞ്ഞിട്ട് പനീർ വാങ്ങിച്ചുകൊണ്ട് വന്നു, ഒരു 200 ഗ്രാമിൻ്റെ. ഞാൻ എന്തോ ചെയ്യാനാ, പിന്നെ ഞാൻ അതവിടെ ഇരിക്കുമായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന്. ഞാൻ പറഞ്ഞു പിന്നെ ജിയോ മാർട്ടിൽ നിന്ന് ഇവിടെ 200 ഗ്രാമിൻ്റെ. അപ്പം 2 കമ്പനിയുടെ പനീറായിരുന്നു, നമ്മൾ വാങ്ങിച്ച കമ്പനിയുടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മട്ടർ പനീറിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ വെക്കുന്ന രീതി. രാവിലെ അവർക്കൊക്കെ ചായ കൊടുത്തു, ഞാൻ ചായ കുടിച്ചില്ലായിരുന്നു. ഇവിടെ ഇത് സാറ്റർഡേയിലത്തെ വീഡിയോയാണ്. ഇപ്പോൾ സാറ്റർഡേ ദിവസം ഇവിടെ മാഗിയുടെയാണ്. അപ്പം എനിക്ക് അപ്പം ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, ചപ്പാത്തിയും പീനട്ടൂടെ കൂട്ടി ഞാൻ കഴിച്ചു. അപ്പോൾ പോൾ സെപ്പറേറ്റ് അവനുണ്ടാക്കി. മാഗി ആണെങ്കിൽ പോൾമോൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളും അവൻ്റെ ഇഷ്ടത്തിന്. ഇച്ചിരി മസാലകളൊക്കെ ഇട്ട് ക്യാപ്സിക്കമൊക്കെ ഇട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇനി ക്യാപ്സിക്കം നീ കണ്ടിക്കേണ്ട, ഞാൻ കണ്ടിച്ച് തരാമെന്ന്. 2 സൈഡും നന്നായിട്ട് കയറ്റി കണ്ടിച്ചങ്ങ് കളഞ്ഞേക്കുന്നു. അപ്പോൾ മറ്റവന് ഒന്നുമില്ലാതെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതിന് ശേഷം പിന്നെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ തുണി കഴുകാനിട്ടു. അത് കഴിഞ്ഞ് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ക്യാനൊക്കെ കഴുകണമായിരുന്നു, വെള്ളം അതിൽ നിറച്ച് വെച്ച്. പിന്നെ അടുത്തതിനെയും വെള്ളം കുടിക്കാൻ വെക്കണം, പാത്രങ്ങൾ കഴുകാനുണ്ട്, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. ഇത്രയൊക്കെ ചെയ്ത് വരുന്ന ഉടനെ നമ്മളുടെ ഒരു പകുതി ജോലി തീരും. എല്ലാ ബോട്ടിലുകളിലും വെള്ളവും നിറച്ച്, പിന്നെ ക്യാനും നിറച്ച് കുടിക്കാൻ വെള്ളവും തിളപ്പിച്ച്, പിന്നെ കഞ്ഞിക്കും അരി ഇപ്പം നേരത്തെ ചോറുണ്ടെങ്കിൽ സാവകാശം നമുക്ക് വെച്ചാൽ മതി.
ചോറില്ല എങ്കിൽ അല്ലെങ്കിലും ഈ അരി ആയതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് വെക്കും, നല്ല വേവുള്ളതായതുകൊണ്ട്. അപ്പം ഞാൻ പനീർ കറി വെക്കാനായിട്ട് ഇങ്ങനെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം സവാള ഞാൻ വേറെ ഏതോ മൈൻഡിൽ നിന്നില്ല, തോരനൊക്കെ അരിയുന്നത് പോലെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞ്, ആ രീതിയിൽ അങ്ങനെ അരിയണ്ട. ഇച്ചിരി വലിയ പീസായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ അരയ്ക്കുക ചെയ്യുന്നത്, ഒത്തിരി അങ്ങ് വഴരുകയും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഇച്ചിരി വലിയ പീസാക്കി കട്ട് ചെയ്താലും മതി. അപ്പോൾ ഒരെണ്ണം കൂടെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പീസ് 200 ഗ്രാമിൻ്റെ ഒരു പനീറേ ഉള്ളായിരുന്നു. പിന്നെ റീച്ചാനടുത്ത് പറഞ്ഞ് രാവിലെ ജിയോ മാർട്ടിൽ നിന്ന്, അപ്പോൾ അത് സെയിം ഞാൻ പറഞ്ഞില്ലേ സെയിം കമ്പനിയുടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഏതേലും വാങ്ങിയിരുന്നെന്നും പറഞ്ഞ് വേറൊരു പാക്കറ്റ് കൂടെ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ജിയോ മാർട്ടിൽ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ കടയിൽ സാധനം ഓർഡർ ചെയ്താൽ അവർ കൊണ്ടുവരുന്നതിനേക്കാൾ പെട്ടെന്ന് ഇവർ കൊണ്ടുവരും. അതുകൊണ്ട് ഇപ്പം മിക്ക സാധനങ്ങളും നമ്മൾ ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത്. ചില സാധനങ്ങൾ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ ഉടനെ അവർ റീഫണ്ട് ചെയ്ത് തരും. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അതുകൊണ്ട് ഒരു നല്ലൊരു സർവീസാണ് അവരുടേത്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കിട്ടും. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റിനകം അവർ വീട്ടിലെത്തും. അപ്പം ഞാനൊരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇങ്ങനെ ഇഞ്ചി പേസ്റ്റ് ഞാനിങ്ങനെ അരച്ച് വെച്ചതുകൊണ്ട് ഇത്ര, അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 2 കമ്പനിയുടെയാണ്. അപ്പോൾ 2 കൊണ്ടുവന്ന് എന്നിട്ട് ഞാനിതൊന്ന് ഞാൻ കട്ട് ചെയ്തതും പീസും വലിയ പീസാണ് എടുത്തത്. ഈ 400 ഗ്രാമിൽ 24 പീസ് ഞാൻ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്കിവിടെ 2 നേരം ആകുമ്പോൾ എല്ലാവർക്കും ഈ 2 പീസ് വെച്ചെടുക്കുവാണെങ്കിലും 24 പീസ് വലിയതായിരുന്നു. അപ്പം ഇത്രയും വലിയ പീസ് അല്ലേലും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ചെറുതാക്കുവാണെങ്കിൽ ഒരു 3-4 പീസ് കൂടെ കിട്ടും. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ചുരുക്കം ചിലത് ഇച്ചിരി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കടകളിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഞങ്ങൾ ചിലപ്പം ഇങ്ങനെ പാഴ്സൽ വാങ്ങിക്കുവാണെങ്കിൽ ഇത്രയും വലിയ പീസില്ല. ചിലത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ പീസാണ്, അതുപോലുള്ള പീസായിരിക്കും അവർ തരുന്നത്. ഞാനവിടെ അപ്പുറത്തെ അടുപ്പിൽ മട്ടർ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് 400 ഗ്രാം എടുത്ത് എൻ്റെ അതുപോലെ മട്ടറും റീച്ചാൻ രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞാനത് പൊളിച്ചെടുത്തോണ്ടേ 1 കപ്പേ ഉള്ളായിരുന്നു. കുറച്ചുകൂടെ എനിക്ക് മട്ടർ ചേർക്കായിരുന്നു. ഇതിപ്പോൾ 400 ആണെങ്കിൽ ഒരു 300 ഗ്രാമോളം മട്ടറും വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ എൻ്റെ 250 ഗ്രാം മട്ടറേ ഉള്ളായിരുന്നു. ആ മട്ടർ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ ഉപ്പ് ഇട്ട് സ്വല്പം പഞ്ചസാര ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മട്ടർ ആദ്യം വേവിക്കുക ഞാൻ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഈ പനീറൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പനീർ കണ്ട അതൊക്കെ വലിയ പീസുകളാണ്. പനീർ വറുത്ത് ഒരു സൈഡ്, ഈ സൈഡ് കുഴപ്പമില്ലായിരുന്നു നോർമൽ, മറ്റേ സൈഡ് ഇട്ടിട്ട് ഞാനൊന്ന് കാര്യം പറയാൻ പോയപ്പോഴത്തേക്കിനും അതൊരിച്ചിരി ഒന്ന് അടുക്കി പിടിച്ച്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, ഒത്തിരി കരിഞ്ഞൊന്നും പോയില്ല, ഇച്ചിരി ഒന്ന് ഫ്രൈ ആയിപ്പോയി. അപ്പം ഞാനിതെല്ലാം ഒരു 1-2 മിനിറ്റ് ഒരു സൈഡ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഞാൻ പിന്നെ തിരിച്ചിട്ട സൈഡ് ഇച്ചിരി നേരം ഒന്ന് അങ്ങായിപ്പോയി. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടു. ഞാൻ പറഞ്ഞില്ല അതിന് ശേഷം കരിഞ്ഞത്. പിന്നെ ഞാൻ അപ്പുറത്ത് ഇച്ചിരി ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ അകത്ത്. അപ്പം ഞാനിത് വറുത്തിട്ട് ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുവേ. അപ്പം ഞാനിവിടെ ഈ കടായി വെച്ചിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ബട്ടർ കൂടെ ചേർക്കാം. ഞാൻ ബട്ടർ ചേർത്തില്ല, ഓയിലാണ് ചേർത്തത്. കുറച്ചുകൂടെ അങ്ങ് നല്ല റിച്ചായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി ബട്ടർ കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തിട്ട് ഈ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ആ ഇഞ്ചി പേസ്റ്റ്, ഉള്ളി. എന്നിട്ട് ഞാൻ ഈ ചൂടുവെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ വറുത്ത പനീർ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇതെന്ന് വെച്ചാൽ ചില പനീർ നമ്മൾ എടുക്കുന്നുണ്ട് ഒരിത്തിരി പ്രത്യേക ഒരിത്തിരി അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലേ, ആ ടേസ്റ്റ് വ്യത്യാസം വരും, അതൊന്നും മാറും. ഇതിങ്ങനെ ഈ സൈഡ് ഇങ്ങനെ കറുത്തെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ പനീർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ വറുത്തെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇടുന്ന ഉടനെ അത് നല്ലതായിരിക്കുമേ. അപ്പം ഞാനതെല്ലാം ഒന്ന് ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കാമേ. ടൊമാറ്റോ ഒന്നും ഇങ്ങനെ വലിയ സ്റ്റൈലിലൊന്നും അരിയണമെന്നൊന്നുമില്ല. അങ്ങ് കട്ട് ചെയ്ത് 4 പീസാക്കി കട്ട് ചെയ്ത് ഉള്ളിക്കകത്തിട്ടാൽ മതി. കാരണം ഈ ടൊമാറ്റോ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പിന്നെ തണുത്തിട്ട് അരയ്ക്കാനുള്ളതാണ്.
ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ടൊമാറ്റോയുടെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു 10-15 കാഷ്യൂനട്ട് ഇതിൽ തന്നെ ഇട്ട് വറുത്ത് അരയ്ക്കുമ്പോൾ അരയ്ക്കാം. അതല്ല എങ്കിൽ സെപ്പറേറ്റ് കുതിർത്തിട്ട് സെപ്പറേറ്റ് അരച്ചെടുക്കാം. ഇങ്ങനെ ഇതിലിട്ട് വറുത്ത് അരയ്ക്കുന്നതാണ് കുറേയും കൂടെ നല്ലത്. ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി അടച്ചു കൊടുത്ത് അപ്പം പെട്ടെന്ന് ടൊമാറ്റോയൊക്കെ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്ന് വന്നു. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാമേ. ഞാൻ അതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതേ കടായിൽ ഇച്ചിരി കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ബേ ലീഫും ഒരു പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇച്ചിരി പൊടികൾ ചേർക്കാം. തീ ഏറ്റവും കുറച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ ഞാൻ ഇപ്പം മല്ലിപ്പൊടി ഇട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. സാധാ എരിവുള്ളതാണെങ്കിൽ അത്രയും ചേർക്കരുതേ. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നുണ്ട്. ഏറ്റവും തീ കുറച്ചിട്ട് നന്നായി ഇച്ചിരി നേരം ഒന്ന് ആ ഓയിലിൽ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിൽ 10 പേർക്കുള്ള ക്വാണ്ടിറ്റിക്കാണെങ്കിൽ ഒരു 1/2 കിലോ പനീറും 400 ഗ്രാം മട്ടർ കൂടെ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ആകുമ്പം ഞാൻ 3 സവാള ഇതിനെടുത്തത്, ഒരു 4 സവാളയും എടുക്കാം, ഒരു ടൊമാറ്റോയുടെ ചേർക്കാം. അപ്പം പൊടികളാവുമ്പം ഒരു 2.5-3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും. ഇതിനധികം എരിവുള്ള കറിയല്ലല്ലേ. എന്നിട്ട് ഞാൻ ഈ മസാലയൊക്കെ മൂത്തൊണ്ണ ഇതിലേക്ക് നമ്മൾ അരച്ച് ആ ഉള്ളിയും ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാഷ്യൂനട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ അരയ്ക്കുമല്ല എങ്കിൽ സെപ്പറേറ്റ് അരച്ച് ചേർക്കണേ. അപ്പം കാഷ്യൂനട്ട് ഇതിന് ഇത്തിരി കാഷ്യൂനട്ടൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലേതായ അതേ ഒരു തിക്നെസ്സും ടേസ്റ്റും കിട്ടുന്നത്. എൻ്റെ ഈ കാഷ്യൂനട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞേ. ഇതിലേക്ക് ഞാൻ ആ വേവിച്ച മട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ല ഫ്രഷ് മട്ടറാണ് വാങ്ങിച്ചത്. അപ്പം എൻ്റെ ഒരു പൊട്ടറ്റോ ഇട്ടിരുന്നത്. അപ്പം ഇവൻ ഈ പോളിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ പൊട്ടറ്റോ ഒക്കെ ഇടുന്നത് ഇഷ്ടമാണ്. സാധാരണ പനീർ കറിക്ക് ആരും ഇടത്തില്ല കേട്ടോ, ഞാനങ്ങ് ഇട്ടതാ കേട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ട്. അത് ഞാൻ ഒന്ന് പുഴുങ്ങിയ ഉരുളൻകിഴങ്ങായിരുന്നു. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഈ ഗ്രേവിയിൽ ആണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അന്ന് തിക്കാവും. ഞാൻ പിന്നെ ഇവിടെ ഈ ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഒറ്റക്കറി ഇച്ചിരി വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ലാസ്റ്റിലൊരു കാര്യം ചേർക്കുന്നുണ്ടേ. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പനീർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളറല്ല, ഇച്ചിരിയും കൂടെ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ. ലാസ്റ്റിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കസൂരി മെത്തി ഉണ്ടല്ലേ, ഉണങ്ങിയ ഉലുവായില, അതുകൂടെ ചേർക്കുകയാണെങ്കിൽ ഒരിത്തിരി മണോ ഇതൊക്കെ കിട്ടുമേ. എൻ്റെ കയ്യിൽ അതും ഇല്ലായിരുന്നു. അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ച് നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ട് അരച്ച് ചേർക്കാം. പിന്നെ മലായിയോ ഫ്രഷ് ക്രീമോ അമൂലിൻ്റെ ഫ്രഷ് ക്രീം കിട്ടുമല്ലോ, അതൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റിച്ചായിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഇച്ചിരി ഇതിനു വേണ്ടി ഇത്തിരി നമ്മുടെ സാധാ കവർ പാലാണ് ഒഴിച്ചത്. ഇത്രയും ചാറൊന്നും ആരും ചേർക്കത്തില്ല കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾ ചിന്തിക്കല്ലേ ഇതാണോ മട്ടർ പനീറെന്ന്. മട്ടർ പനീർ എനിക്കറിയാം, പക്ഷേ ഇവിടുത്തെ കൊച്ചുങ്ങളുടെ കാര്യം ഓർത്ത് ഞാൻ ഇച്ചിരി ചാറാക്കിയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ മെത്തേഡ് കാണിച്ചെന്നേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യണ്ട. ഞാൻ പറഞ്ഞ രീതിയിൽ കാഷ്യൂനട്ടും ക്രീമൊക്കെ ചേർത്ത് ചെയ്താൽ മതി. ഇത്രയും ചാറും ആക്കണ്ട. അതുപോലെ ലാസ്റ്റിലുള്ള ഈ പാലൊഴിക്കുന്ന രീതി അങ്ങ് മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം കറക്റ്റാണ്. ടേസ്റ്റ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നീട് ഞാൻ കുറച്ച് ദിവസം ഇച്ചിരി കുറേ നാളെ ഇച്ചിരി പരിഞ്ഞിലിരിപ്പുണ്ടായിരുന്നു. അത് ഞാനെടുത്ത് തോരൻ വെച്ച്. ഇതുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് പരിഹരില്ലേലും കുഴപ്പമില്ല. അപ്പം ഞാൻ എൻ്റെ പരിഞ്ഞിലും ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.